ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സിങ്ക് ഫിറ്റ് ചെയ്യണ വീഡിയോയാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സിങ്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിങ്കാണിത്. ഇതിൻ്റെ അളവ് വരുന്നത് 26-20 ഇഞ്ച്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ വെക്കുന്ന വലിയ സിങ്കാണ്. മുമ്പൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് 18-16 സിങ്കായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അത് ഒരു സൗകര്യവും ഇല്ലായിരുന്നു. ഇതിൽ കഴുകി കഴിഞ്ഞാൽ വെള്ളമൊന്നും അങ്ങനെ അധികം പുറത്ത് പോകത്തില്ല. അത്യാവശ്യം സ്ലോപ്പും കാര്യങ്ങളൊക്കെ സിങ്കിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ടാപ്പും മിക്സറും എല്ലാം ആ സിങ്കിൽ തന്നെയാണ് വരുന്നത്. മുമ്പൊക്കെ നമ്മൾ സിങ്ക് മേടിക്കുമ്പോഴത്തേക്ക് സിങ്കും അതിൻ്റെ ആ ഒരു വേസ്റ്റ് പോകുന്ന പൈപ്പും അതിൻ്റെ വേസ്റ്റ് കപ്ലിങ്ങും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ വരുന്നത് കട്ടിംഗ് ബോർഡ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വെള്ളം വാർന്നു പോകാനായിട്ടുള്ള ഒരു ബേസിനുണ്ട്, പിന്നെ ടാപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ നമുക്ക് വന്നിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബ് അല്ല, ഇതിൽ കബോർഡാണ് ചെയ്തിട്ടുള്ളത്. കബോർഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൾട്ടി വിട്ട് 3/4 ഇഞ്ചിൻ്റെ മൾട്ടി വിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സ്ലാബിൻ്റെ ഏത് ഭാഗത്താണ് ഇത് വരുന്നത് അവിടെ നമുക്ക് സിങ്കിനെ തന്നെ തിരിച്ചു വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലാബെല്ലാം വരച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ 3/4 ഇഞ്ചിൻ്റെ വുഡാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലാബ് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അടിയിലോട്ട് ബ്ലേഡ് താഴ്ന്നു കഴിഞ്ഞാൽ രണ്ടും കട്ടായി പോകും. സ്ലാബിനെ നമുക്ക് 1 ഇഞ്ച് അകത്തോട്ടാക്കി തന്നെ കട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് നമുക്ക് ഗമ്മ് വെച്ചിട്ട് സിങ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് വെച്ച് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഏകദേശം എല്ലാം ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ 46-ൻ്റെ ബ്ലേഡും അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്ന ഗമ്മുണ്ട്. ആ ഗമ്മ് T3-ഓ T4-ഓ അങ്ങനെ ഏതെങ്കിലും ഗമ്മ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. സിമൻറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സിമൻറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് താഴ്ന്നു പോകും. ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ല സെറ്റിങ്ങിലിരിക്കും, ലീക്ക് വരത്തില്ല ഒരിക്കലും. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും കോൺക്രീറ്റ് സ്ലാബ് ചെയ്യാറില്ല, ഇങ്ങനെയാണ് സ്ലാബ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലതാണ്. ഇതിൽ നമുക്കും വലിയ പണിയില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കോൺക്രീറ്റ് സ്ലാബ് ആണെങ്കിൽ നമ്മൾ അളവ് ശരിയല്ലെങ്കിൽ കമ്പി ഒളിക്കും ചുറ്റിയലിനായിട്ട് അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് ഈ മുകളിലിട്ടേക്കുന്ന സ്ലാബിൽ ഷേക്ക് വരാറുണ്ട് പല സ്ഥലങ്ങളിലും. ചിലയിടത്ത് പൊട്ടിപ്പോവാറുമുണ്ട്. സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കണത്, അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വരും ദിവസങ്ങളിൽ നമുക്കത് റെഡിയാക്കാം. അപ്പോൾ നമ്മളെ ഗം എല്ലാ സ്ഥലത്തും ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഗമ്മ് വെച്ചാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇതൊന്നും ഇളവി വരത്തില്ല, മൊത്തത്തിൽ നല്ലൊരു പിടുത്തമാണ്. അപ്പോൾ നമുക്കിനി സിങ്ക് വയ്ക്കാം. സിങ്ക് നമ്മൾ വെക്കുന്ന സമയത്ത് സിങ്ക് നമ്മൾ വെച്ചിട്ട് പതുക്കെ 4 സൈഡിൽ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് പതുക്കെ ചെന്ന് പതിഞ്ഞങ്ങിരിക്കും. ഒരു 3 മില്ലി 4 മില്ലി താഴ്ത്തി തന്നെ വെക്കണം. സ്ലാബിൽ നിന്ന് ഒരു 4 മില്ലി താഴ്ത്തി തന്നെ സിങ്ക് വയ്ക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ സിങ്കിൻ്റെ സൈഡിൽ വെള്ളം വീണ നിരപ്പിന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തം പുറത്ത് വീഴും. ഗമ്മായതുകൊണ്ട് തന്നെ ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ തുടച്ചെടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവത്തില്ല. ഇനി ഇതിൻ്റെ ജോയിൻറ്റിൽ നമ്മൾ ഇത് നല്ല ഉണങ്ങി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ എപ്പോക്സി ചെയ്ത് കൊടുക്കും. ബ്ലാക്ക് ടൈൽസാണ് ഇട്ടേക്കുന്നത് സ്ലാബ്. അപ്പോൾ അതിൽ നമ്മൾ ബ്ലാക്ക് എപ്പോക്സി തന്നെ ചെയ്ത് കൊടുക്കും. നല്ലോണം ഉണങ്ങിയാലേ എപ്പോക്സി പിടിക്കത്തുള്ളൂ. ഇപ്പോൾ വരുന്ന സിങ്കുകളൊക്കെ പല വെറൈറ്റിയിലുള്ള സിങ്കുകളാണ് വരുന്നത്. ഒരുപാട് സിങ്കുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, നല്ല രസമുള്ള സിങ്കുകളാണ് കാണാൻ. അതുപോലെ തന്നെ ക്വാളിറ്റിയിലും പക്ക ക്വാളിറ്റിയാണ്. ഈ ഭാഗത്താണ് ടാപ്പ് വരുന്നത്. അപ്പോൾ നമ്മളെ സിങ്കൊക്കെ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.